അങ്ങനെ ദിവസം കാത്തിരുന്ന് നമ്മളിന്ന് നാട്ടിൽ പോവാണ്. നാട്ടിൽ പോവാന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. യുവി ജനിച്ചതിന് ശേഷം ആദ്യമായിട്ട് ഇവനെയും കൊണ്ട് ഫാമിലിയുടെ അടുത്ത് പോവുണ്ട്. ഇരട്ടി മധുരമാണ് ഇത്തവണത്തെ പോക്കിന്. പെട്ടികളൊക്കെ ഓൾമോസ്റ്റ് പാക്ക് ചെയ്ത് റെഡിയാണ്. എത്ര നോക്കിക്കഴിഞ്ഞാലും പാക്കിങ്ങിൽ ഒരു ലാസ്റ്റ് മിനിറ്റ് കൺഫ്യൂഷൻ അത് നിർബന്ധം. നമുക്ക് ഏകദേശം ഒരു 17-18 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന യാത്രയാണ്. ഇവിടുന്ന് വൈകുന്നേരം ഒരു 8 മണിക്ക് കയറി കഴിഞ്ഞാൽ അടുത്ത ദിവസം ഇന്ത്യൻ ടൈം വൈകുന്നേരം ഒരു 7 മണിക്കാണ് നമ്മൾ കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് യാത്ര തുടങ്ങുന്നതിന് മുന്നേ ചെറിയൊരു കുളിയും തന്നെയൊക്കെ ആവാം. നമ്മൾ നാട്ടിലെത്തുന്ന ആലോചിച്ചിട്ട് ഇന്നലെ രാത്രി എനിക്ക് സന്തോഷം കൊണ്ട് ഉറക്കം വന്നിട്ടില്ല. ആദ്യമായിട്ടാണ് വിഷ്ണുവിന്റെ പേരൻസും എന്റെ വെല്ലച്ചനും അമ്മമ്മയൊക്കെ യുവിനെ കാണുന്നത്. അയ്യവാ, ചേട്ടനെത്തിയല്ലോ. പോകുന്നതിന്റെ മുന്നേ എല്ലാ ഡോക്യുമെന്റ്സും എടുത്തില്ലേ, ചെക്ക് ഇൻ ചെയ്തില്ലേ, അങ്ങനത്തെ കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെയാണ് വിഷ്ണുവിന്റെ മുഖത്ത് കാണുന്നത്. കൺഫ്യൂഷൻ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങൾ. എന്റെ മെയിൻ കൺഫ്യൂഷൻ എപ്പോഴും ഈ ഡ്രസ്സിലാണ്. ഇത്തവണയെങ്കിലും ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ ഡ്രസ്സൊക്കെ ഞാൻ ആദ്യം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. കംഫർട്ടബിൾ ആയ ഈ ഒരു റെഡ് കോട്ട് സെറ്റ് ആണ് അടുത്ത 16 മണിക്കൂർ നമ്മുടെ വസ്ത്രം. റെഡിയാവുന്നതിന്റെ ഇടയിലാണ് കുറേ സാധനങ്ങൾ എടുത്തു വെച്ചിട്ടില്ലല്ലോ എന്നുള്ള ടെൻഷൻ അടിച്ചത്. എന്നാൽ പിന്നെ ഇനി കുറച്ച് ഫോക്കസ് നമുക്ക് പാക്കിങ്ങിലോട്ട് മാറ്റാം. യുവിയുടെ സാധനങ്ങളായിരുന്നു മറന്നു പോകരുത് നിർബന്ധം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് 1, 2, 3, 4, 5 തവണ നമ്മൾ രണ്ടുപേരും മാറി മാറി കൺഫേം ചെയ്തിട്ടാണ് പെട്ടി അടച്ചത്. ഇനി നമുക്ക് യുവിനെ റെഡിയാക്കാം. ഇതാണ് യുവിയുടെ ജംപ് സ്യൂട്ട്, ഒരു ഗ്രേ വൈറ്റ് കോമ്പിനേഷൻ, ഒരു വൈറ്റ് ഷൂവും കൂടെ പെയർ ചെയ്യാം. അച്ചോടാ, നല്ല രസമല്ലേ കാണാൻ. അങ്ങനെ പെട്ടി റെഡി, വിഷ്ണു റെഡി, യുവി റെഡി. ഇനി ഞാനും കൂടെ ഒന്ന് റെഡിയാവട്ടെ. അങ്ങനെ കാര്യം റെഡിയാവാനൊന്നുമില്ല, കാരണം കയറി കിടന്ന് ഉറങ്ങാനുള്ളതാണല്ലോ. എന്നാലും കുറച്ച് ലിപ്സ്റ്റിക്കും ബ്ലഷും ഒക്കെ ഇടാം. ഇതൊന്നും മുഖത്തിന് അത്ര ആവശ്യമുണ്ടായിട്ടൊന്നും അല്ല, പക്ഷെ ഇതൊക്കെ ഇടുമ്പോൾ മനസ്സിനൊരു പ്രത്യേക കുളിർമ കിട്ടാനുണ്ട്. ബാഗിന് നമുക്കിനി 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ യുണീക്ലോന്റെ ഈ ഒരു മൂൺ ബാഗ്, അല്ലെങ്കിൽ ലെക്കോസ്റ്റിന്റെ എന്തും കൊള്ളുന്ന ഈ ഒരു സഞ്ചി. രണ്ടാമതൊന്നും ചിന്തിക്കാതെ തന്നെ സഞ്ചി ഉറപ്പിച്ചു, കാരണം അത്രയും സാധനങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ കൊണ്ടുപോവാൻ. ട്രാവലിംഗ് വിത്ത് എ ബേബി ഡാം. എല്ലാവരും റെഡിയായി, എല്ലാ പാക്കിങ്ങും കഴിഞ്ഞ് നമ്മൾ ഇതേ എയർപോർട്ടിലേക്ക് ഇറങ്ങുകയാണ്. ബാക്കി യാത്രാവിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാട്ടോ.